ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വാഴയുടെ ഒരു മാണിത്തട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മിക്കവാറും വീട്ടിൽ ഇതുണ്ടാവില്ലേ. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാനൊരു മടിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മേലത്തെ ഈ പോളകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതാണ് ഇപ്പോൾ സംഭവം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെയും ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇത് കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഗുണങ്ങളാണ് ഇതിനുള്ളതെന്നാണ് കേൾക്കുന്നത്. ഇത് ഷുഗർ കുറയാൻ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. അപ്പോൾ ഇത് ഇനി ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 2 ഉണക്കമുളകും ലേശം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്കാണ് മെയിനായിട്ടുള്ള നമ്മളെ കോഴിമുട്ട ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളത്, 2 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചിക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വെന്ത മാണിത്തട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.